വസന്ത്, സ്വാഭാവികമായും ഇന്നിപ്പോൾ കാണുന്ന 17-12 എന്ന് പറയുന്നത് LDF-ന് 17, UDF-ന് 12 എന്നുള്ളത് മറിച്ചായിരുന്നുവെങ്കിൽ ആദ്യ വാചകം വസന്തിൻ്റെ ഈ ചർച്ചയിൽ എന്താകും എന്ന് ചോദിച്ചാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു, ഈ സർക്കാരിൻ്റെ കാറ്റുപോയി, ഈ സർക്കാരിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു നില സ്വീകരിച്ചതിന് സ്വാഭാവികമാണ്. പക്ഷേ ഇന്ന് ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ജനവിധിക്ക് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു പൊസിഷൻ സ്വീകരിക്കാൻ കഴിയുന്നില്ല. അത് നിശ്ചയമായി മുന്നണിയെ സംബന്ധിച്ച് അതിലൊരു തിരിച്ചടിയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല വന്നത് എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ താങ്കൾ തയ്യാറാകുമോ? ഒന്ന്, അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും ഭരണമുന്നണിയെ സംബന്ധിച്ച് അവർക്ക് ജനപിന്തുണയുണ്ട്, അവരുടെ അടിത്തറ ശക്തമാണ്, ഭദ്രമാണ് എന്ന് അവർ ധരിക്കുന്നതിലും തെറ്റൊന്നുമില്ലല്ലോ. ശ്രീ ശരത്, നോക്കൂ, ഒന്നാമതായി തന്നെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകൾ അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ വിലയിരുത്തലാണ് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. വ്യക്തിപരമായി സ്വാഭാവികമായും അവിടെ വിവിധ ഘടകങ്ങൾ ബാധിക്കും. അവിടെ ചിലപ്പോൾ മരണം കാരണമായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുക. അങ്ങനെ മരണം കാരണം ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വൈകാരികമായ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ജോലി സന്നദ്ധമായി വിദേശത്തേക്ക് പോയതോ അല്ലെങ്കിൽ രാജിവെച്ചതോ ആയ ഒഴിവിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ പൂർണ്ണാർത്ഥത്തിൽ അത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയോ പ്രതിപക്ഷത്തിൻ്റെ ഒന്നും വിലയിരുത്തലാണ് എന്ന് വിശ്വസിക്കാൻ വസന്ത് അതിലൊരു വസന്തിനോടാണ് ഞാൻ ഇടപെടുകയല്ല. വസന്ത് പറഞ്ഞതിലൊരു പ്രശ്നമുള്ളത്, നിങ്ങൾക്കായിരുന്നു ഈ 30 സീറ്റുകളിൽ മുൻതൂക്കം. സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ പറഞ്ഞ കാരണങ്ങളാലുള്ള മുൻതൂക്കത്തെ ജനങ്ങൾ നിരാകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിൽ LDF-ന് കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കാലയളവിൽ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അഡ്വാൻറ്റേജ് LDF-ന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് വന്നപ്പോൾ വസന്ത് പറഞ്ഞ പോലെയല്ല അന്ന് ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കൾ, ചാനൽ വക്താക്കൾ ചർച്ചയിലും നേതാക്കൾ പ്രതികരിച്ചതും ഭരണവിരുദ്ധ വികാരമാണ് ഈ ജനവിധിയിൽ പ്രതിഫലിക്കുന്നത്. നിങ്ങൾക്ക് നേട്ടമായാൽ ഭരണവിരുദ്ധ വികാരം, നിങ്ങൾക്ക് തിരിച്ചടിയായാൽ അതിന് പല ഘടകങ്ങൾ, ആ ഘടകങ്ങളൊന്നും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടല്ല എന്ന് പറയുന്നതിലെ നമ്മുടെ മുമ്പിൽ തന്നെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. തൊട്ടു മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടം വന്നപ്പോൾ പറഞ്ഞതാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ല, അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിടത്തും 20-ൽ 10 സീറ്റ് 1 ലക്ഷം വോട്ടിന് ജയിച്ചിട്ടില്ല UDF എന്നല്ല LDF-ഉം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ആന്റി ഇൻകൺവൻസിയുടെ കൊടുങ്കാറ്റാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? അല്ല, UDF അങ്ങനെയാന്ന് പറഞ്ഞത്. മാസം കഴിഞ്ഞപ്പോൾ UDF-ന്റെ വിലയിരുത്തൽ അതായിരുന്നു. അത് തന്നെയാണ്. അല്ല, അപ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ? അത് കേരളത്തിലെ ഭരണത്തിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പല്ല. എന്നിട്ടും നിങ്ങൾ അത് പറഞ്ഞു. കുറെ കൂടി ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന പ്രാദേശിക വികാരങ്ങളും പ്രാദേശിക രാഷ്ട്രീയവും സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ ജനങ്ങൾ കുറെ കൂടി ശ്രദ്ധിക്കുന്ന തദ്ദേശത്തിലേക്ക് വന്നാൽ ഒട്ടുമേ അല്ല. ഇതിലൊരു ഇരട്ടത്താപ്പില്ലേ നിലപാടിൽ? അല്ല, ഒരു ഇരട്ടത്താപ്പുമില്ല. അങ്ങ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായുള്ള കാര്യമാണ്. ഇനി വിലയിരുത്തപ്പെടണമല്ലോ. എന്താണ്, ഞങ്ങൾക്ക് സീറ്റ് കുറഞ്ഞോ? ഇല്ല, ഞങ്ങൾക്ക് സീറ്റ് കൂടുകയാണ് ഉണ്ടായത്. LDF-ന് എന്തുണ്ടായി? LDF-ന് സീറ്റ് കുറയുകയും ചെയ്തു. മാർക്ക് കുറയുന്ന കുട്ടിക്ക് കയ്യടി കൊടുക്കുകയും മാർക്ക് കൂടിയ കുട്ടിക്ക് നീ തോറ്റു കേട്ടോ എന്ന് പറയുന്നതുമാണോ ശരിയായ വിലയിരുത്തൽ? 12 ഞങ്ങൾ കടന്നു കയറുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൽ 12 വലുത് 17 വലുത്? 500-ൽ പരം വോട്ടിന് ഒരു പഞ്ചായത്ത് 30 സീറ്റിൽ 17 LDF-ന്, 12 നിങ്ങൾക്ക്. നിങ്ങൾ പറയുന്നു നിങ്ങൾക്കായിരുന്നു കഴിഞ്ഞ തവണ മേൽക്കൈ, അല്ല നിങ്ങൾക്കാണ് മേൽക്കൈ എന്നിപ്പോൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സീറ്റ് കൂടി എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഇതിലും കഷ്ടമായിരുന്നു എന്നല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്നു. 17 അപ്പോഴും വലുത്. 30-ൽ 17 വലുത്, 12 അല്ല. അല്ല, തീർച്ചയായും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തിരിച്ചടി ഏറ്റിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി. അങ്ങേക്ക് അറിയാമല്ലോ. അതല്ല പറഞ്ഞത്. ഈ 30 ഇന്നിപ്പോൾ റിസൾട്ട് വന്ന 30-ൽ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്കായിരുന്നു 30-ൽ. ഈ 30 സീറ്റിൻ്റെ ഇതിന് മുമ്പ് സിറ്റിംഗ് സീറ്റ് ആരുടേതായിരുന്നു ആ വാർഡുകൾ എന്ന് നോക്കിയാൽ നിങ്ങൾക്കായിരുന്നു മുൻതൂക്കം. ആ മുൻതൂക്കം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, നിങ്ങൾ 12-ലേക്ക് ചുരുങ്ങി. LDF ആകട്ടെ ഒരു സർക്കാരിൻ്റെ കാലാവധി തീരാൻ പോകുന്നു, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഒരു 5 മാസത്തിനപ്പുറം തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നു. അപ്പോഴും അവരുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു വസന്തേ, 17-ലെത്തി. അതാണ് ഞാൻ പറഞ്ഞത് 17 വലുത്, 12 അല്ല എന്ന്. അല്ല, 10 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 12-ലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ LDF-ന് 3 സീറ്റുകൾ കുറയുകയാണ് ഉണ്ടായത്. സംശയമുണ്ടോ? 20 സീറ്റുകൾ സിറ്റിംഗ് ഉണ്ടായിരുന്നു. 17 വലുത്? ശരി, ഇനി വാദത്തിന് അത് അംഗീകരിച്ചാൽ വസന്ത് അത് അംഗീകരിച്ചു തന്നിരിക്കട്ടെ. അപ്പോഴും വലുത് 17. ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 17, 12 അല്ലല്ലോ.
സമ്മതിച്ചു. ശരി. ഇനി എന്ന് മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്തിൽ ആകെപ്പാടെ ഉണ്ടാവുന്നത് 1500 വോട്ടാണ്. ഞങ്ങൾ ഒരു സീറ്റിൽ ജയിക്കുന്ന 816 വോട്ടിനാണ്, ഒരു സീറ്റിൽ 528 വോട്ടിന്. ഞങ്ങൾ ജയിച്ചതെല്ലാം ബഹുഭൂരിപക്ഷത്തിനും. LDF ജയിച്ചത് ഒരു സീറ്റ് 32 വോട്ട്, ഒരു സീറ്റ് 2 വോട്ട്, 16 വോട്ട്, 12 വോട്ട്, മൂന്നക്ക സംഖ്യ. അവരെ ഒന്നും തോറ്റതായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല വസന്ത്. അവരെ ഒന്നും നിങ്ങൾ ദില്ലിയിൽ വോട്ട് പിടിച്ച ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ച് BJP യെ ജയിപ്പിച്ച കൂട്ടരാണ്. അത് പോകട്ടെ. ഇവിടെ നിങ്ങൾ നോക്കൂ, പാങ്ങോട് പുലിപ്പാറ, നിങ്ങൾ ഈ കണക്ക് അവതരിപ്പിക്കുള്ളൂ, അത് പറയണം. അവിടെ എത്രയായിരുന്നു UDF കിട്ടിയ വോട്ട്? 455. ഇപ്പോഴെത്രയാണ്? 148. 300-ൽ പര വോട്ട് കുറഞ്ഞു. ആ 300-ൽ പര വോട്ടിന് തൃശ്ശൂരിൽ കണ്ട അതേ കണക്ക് SDPI ജയിച്ചു. ഇതിനാര് സമാധാനം പറയും? ഈ കണക്ക് പറയണ്ടേ? ഈ കണക്കിൽ നിങ്ങളുടെ വീഴ്ച അഡ്മിറ്റ് ചെയ്യണ്ടേ? അവിടെ LDF 279-ൽ നിന്ന് 448-ലേക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചു. പറയും. പത്തനംതിട്ടയിൽ എങ്ങനെയാണ് SDPIക്ക് ഭരണത്തിലിരിക്കാൻ സാധിച്ചത്? ഇപ്പോഴത്തെ കാര്യം പറയൂ വസന്ത്. അത് തന്നെ കളവാണ്, അത് കളവാണ് എന്ന് എത്രയോ ചർച്ചകളിൽ വന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ മുമ്പിൽ ഇന്ന് റിസൾട്ട് വന്നതിനെ കുറിച്ച് പറയാതെ താങ്കൾ വേറെ പലതും പറയുന്നത് എന്ത് ന്യായമാണുള്ളത്? അതുകൂടി പറയണ്ടേ? ഇത് പറഞ്ഞിട്ടല്ലേ അത് പറയേണ്ടത്? ഇതിന് വിശദീകരണം തന്നിട്ടല്ലേ അത് പറയേണ്ടത്? ഇനി പറഞ്ഞോളൂ, പ്രശ്നമില്ല. പക്ഷെ ഇത് പറഞ്ഞിട്ടല്ലേ അത് പറയേണ്ടത്? ഇന്നത്തെ കാര്യമല്ലേ ആദ്യം സംസാരിക്കേണ്ടത് വസന്ത്? ശ്രീ ശരത് അങ്ങ് പറയുന്നത്, അങ്ങ് ആരോപിക്കുന്നത് ആരോപിക്കുന്നില്ല, കണക്കാണ് ആരോപണോ? എന്താണ് വസന്ത്? ഇത് ആരോപണമല്ല, കണക്കാണ്. നിങ്ങളുടെ വോട്ട് വിഹിതം, നിങ്ങളുടെ വോട്ടുകൾ കുത്തനെ കയ്യിൽ നിന്ന് പോയി. SDPIക്ക് ആ വോട്ട് കിട്ടുന്നു, അവർ ജയിക്കുന്നു. LDF വോട്ട് കൂടുന്നു. ഇത് കണക്കാണ്, ആരോപണമല്ല. അത് നിങ്ങൾ തമ്മിലായിക്കോളൂ. ഞാൻ ചോദിക്കട്ടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് പറഞ്ഞത് SDPI ബാന്ധവം. അങ്ങ് ആരോപിക്കുന്നത് രഹസ്യധാരണയാണ്. ഏത്? ഈ സീറ്റിൽ പറഞ്ഞു പോയി SDPIക്ക് വോട്ട് പാലക്കാട്ട് പരസ്യമായിരുന്നില്ലേ? തെറ്റ്. പാലക്കാട്ട് പരസ്യധാരണയായിരുന്നു. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കൊടി പിടിച്ച് വിജയാഹ്ലാദ പ്രകടനം നടത്തിയ SDPI. എന്ത് രഹസ്യധാരണ? ഞാൻ ചോദിക്കുന്നത്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ, അഭിമന്യുവിന്റെ നാട്ടിൽ തിരുവനന്തപുരത്ത് നിങ്ങൾ പരസ്യമായി SDPIക്ക് പിന്തുണ നൽകി അവരെ അധികാരത്തിലെത്തിയില്ലേ? അവരുടെ ആ പിന്തുണ നേടി നിങ്ങൾ അധികാരത്തിൽ ദിവസങ്ങളെങ്കിൽ പോലും അതിന്റെ അകത്തൊരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നില്ലേ അന്ന്? അരുണിന്റെ വിശദീകരണം വേണം ഇതിന്. അരുണിന്റെ വിശദീകരണം വേണം. കുറെ നാളായി വസന്ത് വരാം ഒന്ന് കേട്ടിട്ട്. കുറെ നാളായി എന്നിട്ട് പറഞ്ഞോളൂ. SDPIയുടെ പേരിലും RSSന്റെ പേരിലും പച്ചയായ നുണ ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. കുറെ പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ ലിസ്റ്റ് കൊണ്ടുവന്ന് ചാനൽ ചർച്ചകളിൽ ഇരുന്ന് തുടരെയായി വായിക്കുക. കേരളത്തിൽ ഒരിടത്തും SDPIയുടെ പിന്തുണയോടെ കേരളത്തിൽ ഭരണത്തിലേറാൻ, പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഭരണത്തിലേറാൻ LDF ഒരു തരത്തിലും ഒരു ശ്രമം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഭരണവും നടക്കുന്നില്ല. വെറുതെ നുണ തന്നെ പ്രചരിപ്പിക്കുകയാണ്. നമുക്കറിയാം, പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു വന്നപ്പോഴേക്കും ഏറ്റവും ആദ്യം കയ്യിൽ കൊടിയും എടുത്ത് ആഹ്ലാദ പ്രകടനം നടത്തി LDFന്റെ ഓഫീസിന്റെ മുന്നിൽ വന്ന് മുദ്രാവാക്യം വിളിച്ച് നിന്ന് ആക്ഷേപ മുദ്രാവാക്യങ്ങൾ വിളിച്ചത് SDPI ആണ്. അടുത്ത കാലത്ത് നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും SDPIയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ UDFന് കൊടുത്തതായി അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20,000 വോട്ടിന് പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ അതിൽ ഭൂരിഭാഗം വോട്ട് ഞങ്ങളുടേതാണെന്ന് SDPI പത്രസമ്മേളനം നടത്തി പറഞ്ഞപ്പോൾ SDPIയുടെ വോട്ട് എന്തിനാ കയ്ക്കുമോ എന്നതാണ് വിജയിച്ച UDFന്റെ സ്ഥാനാർത്ഥി ചോദിച്ചത്. ഇവിടെ കൃത്യമായി ഇത്ര വോട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കണക്കിന്റെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത്? UDFന് 307 വോട്ട് നഷ്ടപ്പെട്ടു. ആ 307 വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ BJPക്ക് 86 വോട്ട് നഷ്ടപ്പെട്ടു. 311 വോട്ടിന് SDPI വിജയിച്ചു എന്നുള്ള കൃത്യമായ കണക്ക് നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ആ കണക്ക് മനസ്സിലാക്കി പ്രതികരിക്കുക. അല്ലാതെ പഴയ ചരിത്രം നുണ വ്യാജ പ്രചരണത്തിൽ നിന്ന് നിങ്ങൾ ഇനിയെങ്കിലും പുറകോട്ട് പോകൂ എന്നതാണ് പറയാനുള്ളത്. ശരി വസന്ത് വേഗം. അരുൺ നുണയുടെ പെരുമ്പറ കൂട്ടുകയാണ്. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറയുകയാണ്. അത് അങ്ങ് ഇനിയും ആവർത്തിച്ചാൽ അങ്ങ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് മാനനഷ്ടം നേരിടേണ്ടതായി വരും. എവിടെയാണ് പറഞ്ഞതെന്ന് കൂടി അങ്ങ് തെളിയിക്കേണ്ടതായി വരും. ഒരു കാര്യം ചോദിക്കട്ടെ, അരുൺകുമാറിനും റാലി നടത്താം ഞങ്ങൾ ജയിച്ചാൽ. ഞങ്ങൾ താങ്കളുടെ കയ്യൊന്നും പിടിച്ചിട്ടാൻ പോകുന്നില്ല. അത് അങ്ങയുടെയും മൗലികാവകാശമാണ്. പിന്നെ SDPIയുമായി സഖ്യത്തിൽ ചേർത്തുകൊണ്ട് ഞാനൊരു പേപ്പർ നോട്ട് എടുത്ത് ചാനൽ ചർച്ചയിൽ വായിക്കുകയല്ല അഡ്വക്കേറ്റ് അരുൺകുമാർ. ഞാൻ എന്റെ നാട്ടിൽ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിൽ നിങ്ങൾ അധികാരത്തിലേറിയതിന്റെ കഥയാണ് പറയുന്നത്. ഇനി അത് തെറ്റാണെന്ന് അങ്ങ് തെളിയിച്ചാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. 2 ദിവസമെങ്കിൽ 2 ദിവസം, 1 ദിവസമെങ്കിൽ 1 ദിവസം നിങ്ങൾ അധികാരത്തിലിരുന്നു വിവിധ സ്ഥലങ്ങളിൽ SDPIയുടെ ബാന്ധവത്തിൽ. നാണമില്ലേ നിങ്ങൾക്ക്? ആ SDPI ഐഡിയോളജിയുമായി നിങ്ങൾ ചേർന്ന് പോയോ? അപ്പൊ അത് പറയണ്ടേ? പിന്നെ അരുൺ പറഞ്ഞ വാദത്തിന് പറഞ്ഞ കാര്യം എന്താണ്? 87 വോട്ട് BJP SDPI
ആണോ നിങ്ങളുടെ വിലയിരുത്തൽ? എന്ത് വിലയിരുത്തലാണിത്? ഇങ്ങനെ വിലയിരുത്തിയത് കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എല്ലാ സീറ്റും നഷ്ടമായത്. ഇനി ഞങ്ങളെ സംബന്ധിച്ച് ശരി, നിങ്ങളുടെ വിലയിരുത്തൽ ഒന്ന് കേൾക്കട്ടെ, നിങ്ങളുടെ വിലയിരുത്തൽ കേൾക്കട്ടെ. വസന്ത് അവരുടെ വിലയിരുത്തൽ ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാനുള്ള ജനാധിപത്യപരമായ അവകാശമുള്ളപ്പോൾ നിങ്ങളുടെ 455 വോട്ടുകൾ 148 ചുരുങ്ങുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. അതിലുള്ള UDFന്റെ, കോൺഗ്രസിന്റെ വിശദീകരണം അതൊന്ന് പറയാമോ? ഞങ്ങളുടെ വിലയിരുത്തൽ കേൾക്കും. ഞങ്ങൾ ജനറലി ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ജനറൽ അല്ല, ഞാൻ ആ വാർഡിലെ കാര്യമാണ് വർക്കായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അതിന് കാരണം ഒന്ന്, വസന്ത് അതല്ല എന്റെ ചോദ്യം, അതല്ല എന്റെ ചോദ്യം SDPIക്ക് വിജയിക്കാൻ ആധാരമായ നിലയിൽ വോട്ടുകൾ കിട്ടി. ആ വോട്ടുകൾ കിട്ടുമ്പോൾ അത്ര തന്നെ കോൺഗ്രസ് വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടമായി. അതേക്കുറിച്ച്, ആ പാങ്ങോട്ടെ ആ സംഭവത്തെക്കുറിച്ച്, ആ വാർഡിനെ കുറിച്ചാണ് ഞാൻ വസന്തിനോട് ചോദിച്ചത്. അതിലുള്ള വിശദീകരണം കേൾക്കട്ടെ എന്നാണ് ഞാൻ വരുന്നത്. ആ വാർഡിലേക്ക് തന്നെയാണ് വരുന്നത്. യെസ്, വരും. ഞാൻ ഇതൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് 10 സെക്കൻഡ് മതി ഇതിന്. അതായത് 10ൽ നിന്ന് 12 സീറ്റുകളിലേക്ക് ഞങ്ങൾ ഉയരുമ്പോൾ 3 സീറ്റുകൾ LDFന് കുറഞ്ഞത് വലിയ പിന്നോട്ട് പോകലാണ് LDFനെ സംബന്ധിച്ച് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങൾ 800-നും 500-നും വോട്ടിന് ജയിക്കുമ്പോൾ അത് പറഞ്ഞതാണ്, ഇതിലേക്ക് വരും. അത് നേരത്തെയും പറഞ്ഞതാണ്, വസന്ത് നേരത്തെയും പറഞ്ഞതാണ്. പുതിയ പോയിന്റിലേക്ക് വരും. പാങ്ങോട്, പുലിപ്പാറ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ നിങ്ങൾ നടത്തുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാങ്ങോട് ഈ പറയുന്ന ബൂത്തിൽ, ഈ പറയുന്ന വാർഡ് നിലനിൽക്കുന്ന ബൂത്തുകളിൽ ആരായിരുന്നു ലീഡ് ചെയ്തിരുന്നത്? അരുൺകുമാർ അങ്ങേക്ക് അറിയാമോ? LDF ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ വോട്ടാണ് SDPIക്ക് പോയത്. അത് അവരുടെ വോട്ട് കൂടുകയാണെന്നേ. എന്താണ് വസന്ത്, കണക്കല്ലേ? അവർക്ക് കിട്ടിയ 279 448 കൂടിയത്. വസന്ത് ഇത് എന്ത് കണക്കാണ് ഈ പറയുന്നത്? നിങ്ങളുടെ വോട്ട് കുത്തനെ പോകുന്നു. അതെന്ത്, എവിടെ പോയിന്നേ ഞാൻ ചോദിച്ചുള്ളൂ. നിങ്ങൾ അപ്പുറത്തെ ക്യാമ്പിൽ നോക്കിയിരിക്കേണ്ട, നിങ്ങളുടെ വോട്ട് എവിടെ പോയി? ചോദ്യം ഇത്രേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് എവിടെ പോയി? ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിച്ചു. ഇത് നമുക്ക് വാദത്തിന് വേണ്ടിയും മറ്റ് തെരഞ്ഞെടുപ്പുകളെ താരതമ്യത്തിന് ഉപയോഗിക്കാൻ തെറ്റില്ല വസന്ത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് എണ്ണിവെച്ച വോട്ടിൽ നിങ്ങളുടെ 300 വോട്ടുകൾ പോയി. അത്ര തന്നെ വോട്ടിന് അവിടെ SDPI വിജയിച്ചു എന്ന് വരുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെ വിശദീകരണം? അതേ വിശദീകരണമാണ് ഞങ്ങളുടെ വിശദീകരണമാണ് ഇത്. അതായത് ഞങ്ങൾ റീസെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പുകളെ അവലോകനം ചെയ്യുന്നത്. അത് വേറെ. ഞാൻ ആ വാർഡിലെ നിങ്ങളുടെ വോട്ട് നഷ്ടത്തെ കുറിച്ച് മാത്രമാണ് സ്പെസിഫിക് ആയി ചോദിച്ചത്. അരുൺകുമാർ ഇല്ല, താങ്കളത് പറയുന്നില്ല. വസന്ത് പറയുന്നില്ല. ഒറ്റ കാര്യം SDPIക്ക് വോട്ട് ചെയ്താലും കോൺഗ്രസിന് വോട്ട് ചെയ്താലും അത് UDFന് കിട്ടുന്ന വോട്ടായിട്ട് ജനം കരുതി, അത്രേ ഉള്ളൂ. കോൺഗ്രസിന് ചെയ്താലും SDPIക്ക് ചെയ്താലും അത് UDFനുള്ള വോട്ടാണ്. അപ്പൊ എവിടെ ചെയ്താലും കുഴപ്പമില്ലല്ലോ, അത്രേ ഉള്ളൂ. ശ്രീ ജയചന്ദ്രൻ, ഈ കോണ്ടെക്സ്റ്റിൽ കോൺഗ്രസ് ഇത് വിശദീകരിക്കാൻ കഴിയാതെ തൃശ്ശൂരിൽ സംഭവിച്ചതുപോലെ, തൃശ്ശൂരിൽ കെ മുരളീധരന്റെ വോട്ടുകൾ 80,000-ൽ പരം നഷ്ടപ്പെടുന്നു. 70,000-ൽ പരം വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുന്നു. അത് ലോക്സഭയിൽ. തൊട്ടിപ്പുറത്ത് തദ്ദേശത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, നമ്മൾ ആ കണക്കുകളൊക്കെ ഈ കോണ്ടെക്സ്റ്റിൽ ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ തൃശ്ശൂരിലായാലും പാങ്ങോട്ടെ പുലിപ്പാറ വാർഡിലെ പ്രശ്നത്തിലായാലും വോട്ട് ചോർച്ച, മറുഭാഗത്ത് ആർക്കത് നേട്ടമാകുന്നു? കോൺഗ്രസ് വിഷമിക്കുകയാണോ വിശദീകരിക്കാനാവാതെ? വസന്തിനോട് ഞാൻ ആവർത്തിച്ച് ഈ കോണ്ടെക്സ്റ്റിലാണ് ചോദിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമല്ല, കോൺഗ്രസ്സിന് ഇത് പറഞ്ഞ് വിശദീകരിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി, അതിൻ്റെ ആഴം ഈ വിഷയങ്ങളിൽ, ഈ കണക്കുകൾ നമ്മുടെ മുമ്പിൽ അത്രമേൽ തുറന്നു കാട്ടുന്നുണ്ടോ? അല്ല, അത്രമേൽ SDPIക്ക് കീഴടങ്ങേണ്ട ഒരു ബാധ്യതയും ഇല്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസും ലീഗും. ലീഗ് ഒരു പക്ഷേ ഉണ്ടാവാം ഇപ്പോഴത്തെ പുതിയ സാഹചര്യങ്ങൾ. പക്ഷേ കോൺഗ്രസിന് ഇങ്ങനെ കീഴടങ്ങേണ്ട, ഈ നാണം കെട്ട കീഴടങ്ങലിന് എന്തിനാണ് നിന്നു കൊടുക്കുന്നത്? വസന്തിനെ പോലുള്ള ആൾക്കാർ എന്തിനാണ് അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? കാരണം അവിടെ SDPI ജയിക്കാൻ കാരണം കോൺഗ്രസിൻ്റെ വോട്ട് ശോഷണമാണെന്ന് ആ നിലവിലുള്ള വോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം വെച്ച് നോക്കിയാൽ ആർക്കും മനസ്സിലാവും. അവിടെ LDFന് വോട്ട് കൂടുകയാണ് ചെയ്തത്. വസന്തേ, നിങ്ങൾ പറയുന്നു LDF പരിഗണിക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട്, LDFന് കിട്ടിയ വോട്ട് നോക്കിക്കോളൂ. എന്നാലും ഇപ്പോൾ അത് നോക്കിയാൽ പോലും ഇപ്പോൾ LDFന് വോട്ട് കൂടിയിരിക്കുകയല്ലേ? വോട്ട് കുറഞ്ഞത്, കുത്തനെ ഇടിഞ്ഞത് കോൺഗ്രസിനല്ലേ? അത് കോൺഗ്രസിന് പരിശോധിക്കണ്ടേ? അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ നിങ്ങൾക്കുണ്ടോ എന്നൊരു ചർച്ചയിലൊന്നിരുന്ന് പറയേണ്ടതല്ലേ താങ്കൾ കോൺഗ്രസിൻ്റെ വക്താവായിട്ടല്ലേ ഇരിക്കുന്നത്? അപ്പോൾ വെറുതെ മറ്റ് ഈ പഴഞ്ചൻ കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതിന് പകരം പുതിയ കാര്യങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ അതിനൊരു യുക്തിപരമായ റീസണിങ് കണ്ടെത്തുന്നത്? ഇതാണ് ചോദ്യം ശരത്തിൻ്റെ. അത്തരം റീസണിങ് എന്താണ് താങ്കൾക്ക് ഇല്ലാത്തത്?
ഇവിടെ നമ്മുടെ മുമ്പിലുള്ളതല്ലേ അത്. ഓക്കെ. അതാണ് പ്രശ്നം.